ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ബാപ്പുജി ഓർമ്മയായിട്ട് ഇന്നേക്ക് 76 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യം നേടി ഏതാനും നാളുകൾക്കുള്ളിൽ രാഷ്ട്രപിതാവിനെ നഷ്ടപ്പെട്ട ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. ശാന്തതയുടെ പ്രഭ ചൊരിയുന്ന വെള്ളവസ്ത്രവും ധരിച്ച്, കാഴ്ചമങ്ങിയ കണ്ണുകൾ കലങ്കാലമായി കണ്ണടകൾ വെച്ച്, നിരാഹാരവും സത്യാഗ്രഹ സമരങ്ങളും സമ്മാനിച്ച വേദനകളും പേറി ആദർശങ്ങളിലൂന്നിയ ഒരു ജീവിതം. ഒരായുഷ്കാലം മുഴുവൻ തന്റെ ജനതയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാത്മജി. അഹിംസയും അക്രമരാഹിത്യവും ചർക്കയും സ്വാശ്രയത്വവും പൊടിയേൽക്കാതെ ചില്ലിട്ടുവെച്ച ഇന്നലെയുടെ ശേഷിപ്പുകൾ. ബാക്കി വെച്ചിട്ട് പോയ ഭൗതിക ശേഷിപ്പുകൾ മാത്രം ഗാന്ധിയെ കണ്ടവരായി നമ്മളിൽപ്പെട്ട പുതിയ തലമുറയെന്ന് തന്നെ പറയാം. അതുകൊണ്ടാവാം അന്ന് 3 വെടിയുണ്ടകൾക്ക് പുതിയ ചരിത്രം നിർമ്മിക്കാൻ ഒരുങ്ങിയവരുടെ ഉണങ്ങിയ വേരുകളിൽ നിന്നും പുതിയ നാമ്പുകൾ മുളയ്ക്കുന്നത്. നവഭാരതത്തിന് പുതിയ നിറം നൽകാൻ വെമ്പൽ കൊണ്ടവർക്ക് മുന്നിൽ എന്നും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു ഗാന്ധിജി. മൂല്യങ്ങളിൽ മതത്തെയും മതങ്ങളിൽ മൂല്യങ്ങളെയും കണ്ട ഗാന്ധിയെ തുടച്ചു നീക്കാൻ അവർ നടത്തിയ രണ്ടാം പരിശ്രമമാണ് 1948 ജനുവരി 30 ഈ രാജ്യത്തെ ഇരുളിലാഴ്ത്തി ബാപ്പുജിയെ തുടച്ചു നീക്കിയത്. എങ്കിലും അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്നും ഇന്ത്യ മാറി നിന്നത് ഗാന്ധിജിയെ തൊട്ടറിഞ്ഞ ഒരു ജനത ഇവിടെ ബാക്കി നിന്നതുകൊണ്ട് മാത്രമാണ്. മതഭ്രാന്തിന്റെ വലിയ വേലിക്കെട്ടുകൾ നമുക്കിടയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഗാന്ധിക്കും നമുക്കുമിടയിൽ വലിയ ദൂരം തന്നെയുണ്ട്. ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഓരോ ഇന്ത്യക്കാരനും ഓർക്കേണ്ടതുണ്ട് മഹാത്മാഗാന്ധിയെയും അദ്ദേഹത്തിന്റെ ആദർശങ്ങളെയും. ഇന്ത്യയൊട്ടാകെയുള്ള ജനങ്ങളെ മരവിപ്പിച്ച വാർത്തയായിരുന്നു 1948 ജനുവരി 30 നടന്ന ബാപ്പുവിന്റെ മരണവാർത്ത. മജ്ജയും മാംസവുമുള്ള സ്നേഹം കൊണ്ട് ഒരു രാജ്യത്തെ ജനതയെ മുഴുവൻ കീഴടക്കിയ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നത് വരും തലമുറയ്ക്ക് വിശ്വസിക്കാനാകില്ല എന്നതിന്റെ തെളിവായിരുന്നു ബാപ്പുവിന്റെ ജീവിതം. നാഥുറാമിനെ ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയുണ്ടകൾക്ക് മുന്നിൽ 1948 ജനുവരി 30 കീഴടങ്ങിയപ്പോൾ ലോകത്തിന് തന്നെ വഴികാട്ടിയായ ഒരു രാജ്യത്തിന്റെ വികാരമാണ് തുടച്ചു മായ്ക്കപ്പെട്ടത്. അന്നും പതിവുകൾക്ക് മാറ്റമില്ലാതെ പുലർച്ചെ 3:30 തന്നെ ഗാന്ധി ഉണർന്നിരുന്നു. താൻ കാണുന്ന അവസാനത്തെ പുലരിയാകും ഇതെന്ന ചിന്തകളില്ലാതെ ആ ദിവസത്തെ അദ്ദേഹം അഭിവാദ്യം ചെയ്തു. പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും അത്ഭുതമെന്ന് വിളിക്കാവുന്ന ശാന്തിയുടെയും അഹിംസയുടെയും നിരാഹാരത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ച് നടന്ന യോഗത്തിനിടെ ഒരു വധശ്രമവും നടന്നിരുന്നു. എന്നാൽ മറ്റൊരു വധശ്രമത്തിന്റെ സൂചനകളൊന്നും തന്നെ ഇല്ലായിരുന്ന ഒരു പ്രഭാതം തന്നെയായിരുന്നു 1948 ജനുവരി 30 അരങ്ങേറിയിരുന്നതും. മനുഷ്യ ശിരസ്സുകളുടെ സ്ഥാനം നേർരേഖയിലാക്കി സംസാരിക്കാൻ നിലത്തിരിക്കുകയും നിലത്തു കിടക്കുകയും ചെയ്ത മനുഷ്യൻ. ശരീരം തളർത്തിയാലും മനസ്സിനെ തളർത്താത്ത പോരാട്ടം തുടർന്ന വ്യക്തി. മരണദിവസവും അതേ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഓരോ ചുവടും വെച്ചത്. ജോലി തിരക്കുകളോട് നോ പറയാൻ പ്രായമോ പ്രയാസങ്ങളോ ഒരിക്കലും ഒരു തടസ്സമായിരുന്നില്ല. ഉപവാസത്തിന്റെ ക്ഷീണങ്ങൾ അലട്ടിയിട്ടും ഇന്ത്യ എന്ന രാജ്യത്തോടുള്ള സ്നേഹാഴത്തിൽ ഗാന്ധി എല്ലാം മറന്ന് പ്രവർത്തിച്ചു. മരണദിനത്തിൽ ഭേദഗതി വരുത്തിയ കരട് നിയമങ്ങളെ പറ്റിയും ഭരണഘടനയെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്തും ഒപ്പമുണ്ടായിരുന്ന പ്യാരിലാലിനോട് ഹിന്ദു വർഗീയ പ്രസംഗങ്ങളെ പറ്റിയും അദ്ദേഹം സംസാരിച്ചിരുന്നു. എന്നാൽ 8 പേരടങ്ങുന്ന സംഘവുമായി ഗാന്ധിക്ക് നേരെ വെടിയുതിർക്കാനുള്ള ശ്രമത്തിലായിരുന്നു നാഥുറാം. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ബിർള ഹൗസിലെത്തി പ്രാർത്ഥനാ യോഗത്തിൽ നാഥുറാമും എത്തപ്പെട്ടു. 100 കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടിയിടത്തേക്ക് ഗാന്ധി നേരെ നടന്നു. ഗാന്ധിക്ക് മുന്നിൽ തിന്മയുടെ പ്രതിരൂപമെന്ന് വിളിക്കാവുന്ന നാഥുറാം ഗാന്ധിയുടെ അന്ധകനായി അവിടെ അവതരിച്ചു. ഗാന്ധിയുടെ നെഞ്ചിൽ നിറയൊഴിച്ച നാഥുറാമിന്റെയും സംഘത്തിന്റെയും കാലങ്ങളായുള്ള പ്രയത്നം സഫലമായി. എന്നാൽ ആ വധം ഇന്ത്യ എന്ന രാജ്യത്തെ ആഴമേറിയ വേദനയിലേക്കും നിശബ്ദതയിലേക്കും തള്ളിവിടുകയായിരുന്നു. എങ്കിലും ഇന്നും മരിക്കാത്ത ഓർമ്മകളുമായി ബാപ്പുജി എന്നും ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉള്ളിൽ ജീവിക്കുന്നുണ്ട്.